നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ 10 വർഷം നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് അഴിമതി ഭരണവും അഹങ്കാരവുമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനിയൊരു 10-25 ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഏജൻസിയിലേക്ക് പോലീസിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അടിമുടി ദുരൂഹതയാണ് മുഴുവൻ. എവിടുന്നൊക്കെ മോട്ടിക്കുക അവിടെ നിന്നെല്ലാം മോട്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുമുതൽ വിറ്റ് കാശ് മേടിച്ചതിൻ്റെ പുറത്താണ് പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യാനും തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി അയാൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇ ഡി എത്തിയത്. തിരികെ പോയി ഇ ഡിയുടെ ഇരിക്കുന്ന ബാഗുകളും ഫയലുകളും തിരിച്ചു മേടിക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയ ഗുണ്ടായിസമാണ് പുറത്ത് നിഴലാടിയത്. അതിന് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന WMA റഹീമും പിന്നെ ജോയി എന്ന് വേണ്ട ബ്രിട്ടാസ്, അങ്ങനെ പൊതുസമൂഹത്തിലെ പൊതുപ്രവർത്തകരെന്നും ജനപ്രതിനിധികളെന്നും അഹങ്കാരം ഉള്ള കുറേ ആൾക്കാർ കൂടി നേതൃത്വം കൊടുത്ത് ആര്യ രാജേന്ദ്രൻ അത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അടിയുണ്ടായത്. ഇപ്പോഴും 24 പേരോളം ജയിലിൽ കിടക്കുകയാണ്. ഇത്രയും ദിവസങ്ങളിൽ പിണറായി വിജയൻ്റെ വായിൽ നിന്നും ഒരു നല്ല വാക്കുണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കണം. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം നമുക്ക് ഒന്നിച്ച് നേരിടാം എല്ലാത്തിനെയും എന്നാണ് പിണറായി പറഞ്ഞത്. വീണ്ടും അയാൾ കലാപാഹ്വാനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അന്ന് അവിടെ ആ ഇ ഡി വന്ന വാഹനം അവിടുന്ന് സിറ്റിയിൽ നിന്ന് വിളിച്ച വാഹനങ്ങളാണ്, 3 വാഹനങ്ങൾ. അതിലൊരു ഇന്നോവ എന്ന് പറയുന്നത് ഇതേ പാർട്ടിയുടെ അവിടുത്തെ ടാക്സി ഓട്ടോ യൂണിയൻ്റെ പ്രസിഡൻറ്റിൻ്റെയാണ്, ശ്യാംരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെയാണ്. അയാളുടെ ഏക ഉപജീവന മാർഗമാണത്. കഴിഞ്ഞ 10 വർഷക്കാലമായി അയാൾ പാർട്ടിയുടെ സ്ഥിരം അംഗവും പാർട്ടി പ്രവർത്തകനുമാണ്. അയാളുടെ വാഹനം ഇടിച്ചു തകർത്ത വഴിയിൽ അന്ന് തന്നെ 1,80,000-ലധികം ചിലവ് വരുമെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് WMA ചെന്നിട്ട് പറഞ്ഞത്, ഇത് നമ്മുടെ ഒരു പാർട്ടിക്കാരനെന്നുപരി ഒരാളുടെ ഉപജീവന മാർഗം നശിപ്പിക്കുന്ന യാതൊരു മാർഗത്തിനും ഞങ്ങൾ തയ്യാറാവത്തില്ല. പൊതുമുതലാണത്. ആ പൊതുമുതൽ നശിപ്പിച്ചതിന് 2 ലക്ഷത്തിലധികം രൂപ സർക്കാർ ഇവർ ചിലവ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പണം ഞങ്ങൾ കൊടുക്കും, വാഹനം ഞങ്ങൾ പണിഞ്ഞു കൊടുക്കും, ഞങ്ങളതിന് വേണ്ടതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. വാഹനത്തിന് ഫുൾ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. പക്ഷേ ഫുൾ ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഫുൾ ഇൻഷുറൻസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആ വാഹനത്തിന് CF തീർന്നിട്ട് 2 ദിവസം കഴിഞ്ഞ ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷേ വേറെ കാര്യം ആലോചിക്കേണ്ടത്, ഈ അപകടത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ലായിരുന്നു. കാരണം അവരും നിഷേധിച്ചേനെ. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം കൊണ്ട് ഓട്ടം പോയത് എന്തിനാണെന്നൊരു ചോദ്യം വന്നേനെ. പക്ഷേ കോടതിയിൽ ചെല്ലുമ്പോൾ അതിന് പക്ഷേ ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുക്കേണ്ടി വരും. ഈ കാര്യത്തിലും ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുക്കേണ്ടി വരും. കാരണം CF ഇല്ല എങ്കിൽ പോലും ഇൻഷുറൻസ് കവറേജ് നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് മറ്റു വശം. പക്ഷേ അന്ന് WMA പറഞ്ഞത് ഈ ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തും, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. വാഹനം പണിഞ്ഞിട്ടിട്ട് ആഴ്ചകളൊന്നായി. ഇന്ന് വരെ ഒരു പാർട്ടി സഖാവും പിന്നെ അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അന്ന് പത്രസമ്മേളനം നടത്തുകയും കൈയുയർത്തി കാണിക്കുകയും ശ്യാമിൻ്റെ തോളെ കൈയിട്ട് നിർത്തുന്ന കക്ഷികളൊന്നും തന്നെ കണ്ടില്ല. വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി അയാൾ മറ്റു വാഹനങ്ങൾ ഓടിക്കാനും പെയിൻറ്റിങ് ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം ഇത് ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതിൻ്റെ ബില്ലും അപേക്ഷയും തരൂ, ഞങ്ങൾ ആ പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇ ഡി കൊടുക്കും. കാരണം ഇ ഡിക്ക് അതിനുള്ള ചുമതലയുണ്ട്. കാരണം ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടിയും ഇ ഡിക്ക് വേണ്ടിയാണ് അയാൾ ജോലി ചെയ്തത്. അതുകൊണ്ട് ആ ചുമതല ഏറ്റെടുക്കാൻ ഇ ഡി തയ്യാറാണെന്ന് പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പാർട്ടി എന്താണ് ചെയ്യുന്നതെന്ന്. ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പൊതുമുതൽ നശിപ്പിച്ചത്? പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ഇത് പൊതുമുതലാണല്ലോ. അയാൾ പാർട്ടിക്കാരനായതുകൊണ്ട് ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടാക്കിയതിനപ്പുറം 1 രൂപ കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ പറയുന്നത് അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് അയാളെ പിരിവെടുത്ത് ഒരുപക്ഷെ വാഹനം ഇറക്കാൻ തയ്യാറാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം CF നടത്തണമെങ്കിലേക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വീണ്ടും ദിവസങ്ങളെടുക്കും ഈ പ്രോസസ്സ് തീരാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇ ഡി ആ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ കേരള പോലീസ് ആ പൈസ കൊടുക്കണം. കാരണം കേരള പോലീസിൻ്റെ അനാസ്ഥ കാരണമാണ് അവിടെ ആ പ്രശ്നം ഉണ്ടായത്. അതിന് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല മുൻകൈ എടുക്കണം. ആ പൈസ കേരള സർക്കാർ ബാക്കി ധാരാളം ഇഷ്ടം പോലെ വാരിക്കോരി പലതിനും കൊടുക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഇതുകൂടി കൊടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഇ ഡിയുടെ സുരക്ഷത, നമ്മുടെ വീട്ടിൽ വന്ന ഒരാളിനെ സുരക്ഷിതമായി തിരിച്ചുവിടാനുള്ള യോഗ്യത ആവശ്യവും നമ്മുടേതായിരുന്നു. ആ കർമ്മം നമുക്കുണ്ടായിരുന്നു. ആ കർമ്മം ചെയ്യുന്നതിൽ കേരള പോലീസ് മുമ്പേ പരാജയപ്പെട്ടു. കേരള പോലീസ് പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിലപാടും തെറ്റാണ്. അതിനോട് യാതൊരു യോജിപ്പും നാളെ വരെ ഞാൻ ഉന്നയിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ ചുമതല കേരള സർക്കാർ ഏറ്റെടുത്ത് ഈ ശ്യാമിൻ്റെ വാഹനത്തിനുള്ള ഫണ്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ KPCCയുടെ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടായാലും അയാളെ രക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും പിണറായിയെ കൊണ്ട് ഒരാൾക്കും ഗുണമില്ല. ഗുണമുള്ളത് അയാളുടെ മകൾക്കും മകനും മാത്രമാണ്, കൊച്ചുമകനും മാത്രമാണ് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് അടികൊള്ളാനും ഇടികൊള്ളാനും പോകുന്നവന്മാരൊക്കെ ഓർത്തോളൂ, എല്ലാവൻ്റെയും ഗതി ഇത് തന്നെയായിരിക്കും. ഒരു പാർട്ടിക്കാരനും അവസാനം വരെ കാണില്ല.